ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഗ്യാബിസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ ഗ്യാബിസ് വേൾഡിന്റെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന റെഡ് ഷെയ്ഡ് വൈൻ പ്ലാന്റിനെ കുറിച്ചാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വീഡിയോ 4 മാസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം മുട്ടുകാൽ സർജറി കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. ഈ അവസരത്തിൽ കുറേ പേരെ ഞാൻ അന്വേഷിച്ചു. നേരിട്ട് വന്നവരുണ്ട്, വാട്സപ്പ് മെസ്സേജിലൂടെയും വിളിച്ചും വിവരങ്ങളൊക്കെ അന്വേഷിച്ച എല്ലാവർക്കും, കുറേ പേർ അന്വേഷിച്ചിരുന്നു. എല്ലാവർക്കും അവരുടെ അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇതാണ് ഇനി നമുക്ക് പ്ലാന്റിനെ കുറിച്ച് ഞാൻ പറയാം. റെഡ് ഷെയ്ഡ് വൈൻ പ്ലാന്റ് നമ്മൾ 2 വർഷം മുന്നെയാണ് ഈ പ്ലാന്റ് ഇവിടെ നട്ടത് നമ്മളുടെ മുറ്റത്ത്. ഇതിപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം 3ാമത്തെ പ്രാവശ്യമാണ് ഇത് പൂക്കുന്നത്. നിറയെ ഇനിയും പൂക്കാനുണ്ട്, പൂത്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയും നിറയെ മുട്ടുകളാണ്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ പൂക്കാനുള്ള മുട്ടുകളാണ് ചെറിയ റെഡ് കളറിൽ നിൽക്കുന്നത്. പിന്നെ പിന്നെ പെട്ടെന്ന് കാണില്ല, ചെറിയ മുട്ടുകളും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മുട്ടുകളുണ്ട്. ഇത് പൂക്കാറായി വരുമ്പോഴാണ് കൂടുതൽ റെഡ് കളറിലേക്ക് വരുന്നത്. അല്ലാത്ത മുട്ടുകൾ പെട്ടെന്ന് കാണില്ല, നിറയെ മുട്ടുകളാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞു 3ാം പ്രാവശ്യം പൂക്കലാണ്. ഇനി അടുത്ത പൂക്കലിന് ഇതിലും ഇരട്ടിയിലധികം പൂക്കളായിരിക്കും നമുക്ക് ഇനിയും ഉണ്ടാകുന്നത്. ശരിക്കും ഇത് പൂക്കുന്നതെന്ന് വെച്ചാൽ നിറഞ്ഞായിരിക്കും, ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ പൂക്കുന്ന രീതി. ഇതിപ്പോ ഇങ്ങനെ പൂത്തിട്ടാണ്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യങ്ങൾ, ഇനി ഓരോ പ്രാവശ്യം പൂക്കും തോറും ഇതിങ്ങനെ നിറഞ്ഞു പൂത്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇത് പൂത്തുകൊണ്ടേയിരിക്കും. മഴ ആണ് ഇതിന് പൂക്കാൻ പ്രാധാന്യം. പിന്നെ ഈ മഴക്കാലത്തും ഇത് പൂക്കൾ താഴേക്ക് കൊഴിഞ്ഞു വീഴുന്നില്ല. എത്ര വന്നാലും ഒരു 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ ഈ പൂക്കൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, കൊഴിഞ്ഞു വീഴാതെ. അതുകൊണ്ട് മഴയൊന്നും ഇതിന് പ്രശ്നമല്ല. മഴക്കാലത്ത് ചെടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു വെയിലടിച്ചാലോ നല്ല കളറിൽ ഇങ്ങനെ തിളങ്ങിയിരിക്കും. രാത്രിയാണെങ്കിൽ പറയേ വേണ്ട, ചെറിയൊരു പ്രകാശത്ത് പോലും നല്ല തിളങ്ങി എന്ന് പറഞ്ഞാൽ പോലെ നല്ല തിളങ്ങി നിൽക്കുന്നൊരു കളറായിട്ട് നിൽക്കുന്ന ചെടിയാണിത്. പിന്നെ ഇതിന് നമുക്ക് ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പന്തൽ തന്നെ കൊടുക്കണം. ശരിക്കും നല്ല സ്ട്രോങ് പന്തൽ കൊടുക്കണം. പന്തലിനാണെങ്കിൽ നല്ല ഗ്യാപ്പ് വേണം. ഗ്യാപ്പിട്ട പന്തലുകൾ കേട്ടോ. ഇത് കളങ്കളത്തിന് ഗ്യാപ്പ് തന്നെ വേണം. എന്നാലേ ആ പൂക്കൾ താഴേക്ക് ഞാണ്ട് വീഴുള്ളൂ. അല്ലെങ്കിൽ അവിടെ തങ്ങി നിന്നാൽ ആ ഒരു ഭംഗി കിട്ടില്ല. നിറച്ച് ഇങ്ങനെ താഴോക്ക് ഞാണ്ട് വരുന്ന പൂക്കളായതുകൊണ്ട് ഇങ്ങനത്തെ കളം ഇട്ട് കൊടുത്താൽ ആ പൂക്കൾ തന്നെ താഴേക്ക് വിരിയും. അതല്ലെങ്കിൽ അതങ്ങനെ തങ്ങി അവിടെ നിന്നാൽ ഈ ഒരു ഭംഗി കിട്ടില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കാറില്ല ഞങ്ങള്. വളത്തിന്റെ ആവശ്യം വന്നില്ല. വേനൽക്കാലത്ത് 2 നേരം നനച്ചു കൊടുക്കും. ഇതിന്റെ വേരുകൾ ഇങ്ങനെ പരന്നാണ് പോകുന്നത്. അധികം ആഴത്തിലോട്ടൊന്നും വേരുകൾ പോയതായിട്ട് കാണുന്നില്ല. വേര് ഇങ്ങനെ പരന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ചുറ്റുപാടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും. വേനൽക്കാലത്ത് 2 നേരം നന കൊടുക്കുന്നുണ്ട്. വളം ഒന്നും ഇതിന് വേണ്ട. അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ. വളമൊന്നും കൊടുക്കാതെ ഇങ്ങനെ പൂത്തോളൂ. ഇതിപ്പോ ഇനിയിപ്പോ ഞങ്ങൾക്കിപ്പോ കഴിഞ്ഞ ഡിസംബറിൽ ഇതുപോലെ ഒരു മഴ ഉണ്ടായ സമയത്ത്, മഴ കഴിഞ്ഞപ്പോഴും ഡിസംബറിൽ ഇതുപോലെ പൂത്തായിരുന്നു കേട്ടോ. ഇതിലെ തൈകൾ നമുക്ക് എയർ ലെയർ ചെയ്താണ് നമ്മൾ തൈകൾ റെഡിയാക്കുന്നത്. അല്ലാതെ നമുക്ക് കുത്തിപ്പിടിപ്പിച്ചിട്ടൊന്നും പിടിച്ച് കിട്ടുന്നില്ല. എയർ ലെയർ ചെയ്ത തൈകളാണ് ഇതിന്റെ ചെയ്തെടുക്കേണ്ടത്. ഈ വലിപ്പത്തിലുള്ള തൈയാണ് നമുക്ക് വിൽപ്പനക്കായിട്ടുള്ളത്. ഇതൊക്കെ എയർ ലെയറിങ് ചെയ്തെടുത്ത തൈകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ തൈകളാകുമ്പോഴേക്കും ഇത് നട്ടുവെച്ചാൽ അടുത്ത വർഷം നമുക്ക് പൂട്ട് തുടങ്ങും. നല്ല വെയിലുള്ള ഭാഗത്താണ് നടേണ്ടത്. നല്ല വെയിലുള്ള ഭാഗത്ത് നടണം. ഒരു 25-30 വർഷത്തോളം നിൽക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് സ്ട്രോങ് പന്തൽ വേണം. പന്തൽ അതുപോലെ ഗ്യാപ്പിട്ടുള്ള കളം ഉള്ള പന്തലായിരിക്കണം. പിന്നെ ഈ വലിപ്പത്തിലുള്ള ചെടികൾ 500 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നത്. അല്ലാത്തവർക്ക് DTDC കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.